ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പഴയ കൊളോണിയൽ കാലഘട്ടത്തെ നിയമങ്ങൾക്ക് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് പുതിയ ക്രിമിനൽ നിയമങ്ങൾ 2024 ജൂലൈ 1 മുതൽ നിലവിൽ വന്നത് എല്ലാവരും അറിഞ്ഞാണല്ലോ. വർഷങ്ങൾ പഴക്കമുള്ള ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPCക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയാണ് ഇനി നാട് ഭരിക്കാൻ പോകുന്നത്. പുതിയ ക്രിമിനൽ കോഡ് നടപ്പിലാക്കിയതിനോടനുബന്ധിച്ച് ഇന്ത്യയിലുടനീളം നിരവധി FIRകൾ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. കുറച്ചു ദിവസം മുമ്പ് തെലങ്കാനയിൽ സൈബറാബാദ് പോലീസ് കമ്മീഷണറേറ്റിന് കീഴിലുള്ള രാജേന്ദ്രനഗർ സ്റ്റേഷൻ പരിധിയിലാണ് ഭാരതീയ ന്യായ സംഹിതയ്ക്ക് കീഴിലുള്ള ട്രാഫിക് നിയമലംഘനവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ FIR ഫയൽ ചെയ്തിരിക്കുന്നത്. PVNR എക്സ്പ്രസ് വേയിലെ മീഡിയനിൽ കാർ ഇടിച്ച് ഡ്രൈവറുടെ മരണവുമായി ബന്ധപ്പെട്ടതാണ് കേസ്. BNS സെക്ഷൻ 104 പ്രകാരമാണ് FIR ഫയൽ ചെയ്തിരിക്കുന്നത്. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് പുതിയ ക്രിമിനൽ കോഡ് പ്രകാരമുള്ള കേരളത്തിലെ ആദ്യത്തെ FIRും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 281 1988 മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇരുചക്ര വാഹനത്തിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതാണ് കേസ്. മലപ്പുറം കൊണ്ടോട്ടി സ്റ്റേഷനിലാണ് ആദ്യമായി ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. IPCയുമായി താരതമ്യം ചെയ്യുമ്പോൾ കർശനമായ ഒരു റൂൾ ബുക്ക് എന്ന നിലയിലാണ് BNS രൂപപ്പെടുത്തിയിരിക്കുന്നത്. ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴയും ജയിൽ ശിക്ഷയും വരെ ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ച് വാഹനം ഓടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 106 പ്രകാരം ഹിറ്റ് ആൻഡ് റൺ കേസുകൾക്കുള്ള ശിക്ഷകൾ മുൻപത്തേക്കാൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ചട്ടമനുസരിച്ച് വാഹനം അപകടകരമായ രീതിയിലും അശ്രദ്ധയായും ഓടിച്ചുകൊണ്ട് ഒരാളുടെ മരണത്തിന് കാരണമാവുകയാണെങ്കിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കായിരിക്കില്ല ഇനി കേസെടുക്കുക. കൂടാതെ സംഭവം നടന്ന ഉടനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെയും അറിയിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ അറിയിച്ചാലും മതിയാവും. അപകടം റിപ്പോർട്ട് ചെയ്യാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം. ഇതോടൊപ്പം തന്നെ അപകടം ഉണ്ടാക്കുന്നയാൾ 7 ലക്ഷം രൂപ പിഴയും ഒടുക്കേണ്ടി വരും. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇതേ കുറ്റത്തിന് മുൻപ് 10 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമായിരുന്നു IPC പ്രകാരം ശിക്ഷ നൽകിയിരുന്നത്. അശ്രദ്ധമായ ഡ്രൈവിംഗിനും പിടുത്തം വീഴും. പുതിയ ക്രിമിനൽ കോഡിന്റെ സെക്ഷൻ 281 പ്രകാരം അശ്രദ്ധമായി വാഹനം ഓടിച്ചാൽ 6 മാസം വരെ തടവോ 1000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്നതോ മറ്റേതെങ്കിലും വ്യക്തിക്ക് പരിക്കേൽക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള അശ്രദ്ധയോടെയുള്ള വിധത്തിലോ ഏതെങ്കിലും പൊതുവഴിയിൽ വാഹനം ഓടിക്കുകയോ ചെയ്താൽ മിക്കവാറും തടവ് ശിക്ഷ തന്നെയായിരിക്കും ലഭിക്കുക. കുറഞ്ഞത് 6 മാസം വരെ നീട്ടാവുന്ന ഒരു കാലയളവിലേക്കെങ്കിലും ശിക്ഷ ലഭിച്ചേക്കും. അല്ലെങ്കിൽ 1000 രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വന്നേക്കാം. അതിനാൽ ഇനി റോഡിലുള്ള അഭ്യാസങ്ങൾക്കൊന്നും മുതിരാതിരിക്കുന്നതാവും നല്ലത്. ചെറുപ്പക്കാർക്കിടയിൽ കണ്ടുവരുന്ന ഈ ദുശീലത്തിന് ഭാരതീയ ന്യായ സംഹിത വഴി പൂട്ടിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില കുറ്റകൃത്യങ്ങൾ സംഭവിക്കുമ്പോൾ പതിവായി വരുന്ന വാക്കുകളാണ് നമ്മുടെ ശിക്ഷാരീതികൾ പോരാ എന്നുള്ളത്. ഇതിനൊരു പരിഹാരമാവുമോ ഈ പുതിയ നിയമം എന്ന് നമുക്ക് കണ്ടറിയാം.